Hi students, so നമ്മൾ കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ് എന്നുള്ള മൊഡ്യൂളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിൽ ഫസ്റ്റ് വരുന്നത് കോമ്പൻസേഷൻ ഈസ് എ കോംപ്രിഹെൻസീവ് ടേം വിച്ച് ഇൻക്ലൂഡ്സ് വേജ്, സാലറി ആൻഡ് ഓൾ അതർ അലവൻസസ് ആൻഡ് ബെനിഫിറ്റ്സ്. അതിനെയാണ് നമ്മൾ കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. എംപ്ലോയി ചെയ്യുന്ന സർവീസ് നമ്മൾ കൊടുക്കുന്നതാണ് കോമ്പൻസേഷൻ. വെൻഡൽ ഫ്രഞ്ച് എന്ന് പറയുന്ന ആൾ പ്രൊവൈഡ് ചെയ്ത ഡെഫിനിഷനാണ്, അത് പഠിച്ചു വെക്കുക കേട്ടോ, കോമ്പൻസേഷൻ എന്താണെന്നുള്ളത്. സോ നെക്സ്റ്റ് പറയുന്നത് ഡിഫറെൻറ്റ് കോമ്പണൻറ്റ്സ് ഓർ ടൈപ്സ് ഓഫ് എംപ്ലോയി റെമ്യൂണറേഷൻ. മെയിനായിട്ട് രണ്ട് ടൈപ്പിലാണ് പറയുന്നത്. പ്രൈമറി കോമ്പൻസേഷൻ അല്ലെങ്കിൽ ബേസിക് കോമ്പൻസേഷനും സപ്ലിമെൻ്ററി കോമ്പൻസേഷനും. പ്രൈമറി കോമ്പൻസേഷൻ എന്ന് പറയുന്നത് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് വേജും സാലറി എന്ന് പറയുന്നതും പ്രൈമറി കോമ്പൻസേഷനാണ്. വേജ് എന്താണെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പിന്നെ ലേബേഴ്സിന്, അതായത് ഫിസിക്കൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയിക്ക് കൊടുക്കുന്നതാണ് വേജ്. സാലറി എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് ചെയ്യുന്ന എംപ്ലോയിക്ക് കൊടുക്കുന്നതാണ് സാലറി. സോ ബേസിക് ഓർ പ്രൈമറി കോമ്പൻസേഷനിൽ വരുന്നത് വേജും സാലറിയുമാണ്. സപ്ലിമെൻ്ററി കോമ്പൻസേഷനിൽ വരുന്നത് DA, ബോണസ്, ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ഒക്കെയാണ് സപ്ലിമെൻ്ററി കോമ്പൻസേഷനിൽ വരുന്നത്. സോ ഇനി നമ്മൾ പറയുന്നത് കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ് എന്താണെന്നുള്ളതാണ്. അതിൽ ഒരുപാട് മീനിങ് പറയുന്നുണ്ട്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഫോർമുലേഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് റിലേറ്റഡ് ടു വേജസ്, സാലറി ആൻഡ് അതർ ഫോംസ് ഓഫ് എംപ്ലോയി കോമ്പൻസേഷൻ. ഒരു എംപ്ലോയിയുടെ കോമ്പൻസേഷനുമായി ബന്ധപ്പെട്ടുള്ള പോളിസീസ്, പ്രോഗ്രാംസും ഫോർമുലേറ്റ് ചെയ്യുക, ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അതിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുക, കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുക. ഒരു കോമ്പൻസേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനാണ് കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ചെറിയ അല്ലാത്ത കുറച്ച് മീനിങ്ങും ഉണ്ട്. നിങ്ങൾ വേണമെങ്കിൽ ഏതെങ്കിലും ഒന്ന് പഠിച്ചിട്ട് വെക്കുക കേട്ടോ. വേജ്, സാലറി അഡ്മിനിസ്ട്രേഷൻ ഈസ് കോൾഡ് കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ്. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഈസ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് മെയിൻറ്റെയിൻ ആൻ ഇക്വിറ്റബിൾ വേജ് ആൻഡ് സാലറി സ്ട്രക്ചർ ഇൻ ദ ഓർഗനൈസേഷൻ. നിങ്ങൾ വേണമെങ്കിൽ ഇപ്പോൾ മിസ് പറഞ്ഞ രണ്ടാമത്തേതിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഫോർമുലേഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് formulation and implementation of policies and programs related to wages, salary and other forms of employee compensation എന്നുള്ളത് നോട്ട് ചെയ്തിട്ട് വെക്കാം. നെക്സ്റ്റ് പറയുന്നത് കോമ്പൻസേഷൻ പ്ലാൻ ഓർ കോമ്പൻസേഷൻ പ്ലാനിംഗ് ആണ്. അതിലും ഒരുപാട് മീനിങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു മീനിങ് പഠിച്ചു വെക്കാം. കോമ്പൻസേഷൻ പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ എംപ്ലോയിയുടെ വേജുമായി റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ സാലറിയുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കുന്നതിനാണ് കോമ്പൻസേഷൻ പ്ലാനിംഗ് എന്ന് പറയുന്നത്. So compensation is an integral part of an employee's sustenance and survival which has a motivation element also. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു മീനിങ് നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വെക്കുക. ഓക്കെ. The next objectives of compensation management or planning ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒബ്ജക്റ്റീവ്സ് ഓഫ് കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ് അതിൽ വരുന്നതാണ് ഒന്നാമത്തത് ഇൻറ്റേർണൽ ഇക്വിറ്റി. ഇൻറ്റേർണൽ ഇക്വിറ്റി എന്ന് പറയുന്നത് ഒരു എംപ്ലോയിക്ക് ഓൺ ദ ബേസിസ് ഓഫ് ഹിസ് ഡിഫിക്കൽട്ടി ഓഫ് ജോബ്, ആ ജോബിൻ്റെ ബുദ്ധിമുട്ടനുസരിച്ച് അല്ലെങ്കിൽ ആ ജോബിൻ്റെ നാച്ചർ അനുസരിച്ച് എംപ്ലോയിക്ക് സാലറി കൊടുക്കുന്നതാണ് ഇൻറ്റേർണൽ ഇക്വിറ്റി എന്ന് പറയുന്നത്. സോ മോർ ഡിഫിക്കൽട്ട് ജോബ്സ് ഷുഡ് ബി പെയ്ഡ് മോർ. ദെൻ എക്സ്റ്റേണൽ ഇക്വിറ്റി എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഇക്വിറ്റി എൻഷുവേഴ്സ് ദാറ്റ് ആൻ എംപ്ലോയി ഈസ് കോമ്പൻസേറ്റഡ് ഈക്വലി ഇൻ കമ്പാരിസൺ ടു സിമിലർ ജോബ് ഇൻ ദ ലേബർ മാർക്കറ്റ്. സോ in external equity we compared our employee with the similar market employees. നമ്മളെ എംപ്ലോയിനെ നമ്മളെ അതേപോലെയുള്ള എംപ്ലോയി വേറെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ വേറെ മാർക്കറ്റിൽ, ലേബർ മാർക്കറ്റിൽ എങ്ങനെയാണ് ആ എംപ്ലോയിക്ക് സാലറി കൊടുക്കുന്നതെന്നുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മൾ മാനേജ് ചെയ്യാം. ദെൻ ദ തേർഡ് വൺ ഇൻഡിവിജ്വൽ ഇക്വിറ്റി ആണ്. ഇൻഡിവിജ്വൽ ഇക്വിറ്റി ഹൈലൈറ്റ്സ് ഈക്വൽ പേ ഫോർ ഈക്വൽ ജോബ്. ദാറ്റ് ഈസ് ഈച്ച് ഇൻഡിവിജ്വൽ പേ ഈസ് ഫെയർ ഇൻ കമ്പാരിസൺ ടു അതർ ഡൂയിങ് ദ സെയിം സിമിലർ ജോബ്. ഒരേ ജോലി ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യുക, ഒരേ സാലറി കൊടുക്കുക. അതാണ് ഇൻഡിവിജ്വൽ ഇക്വിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മൂന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പൻസേഷൻ മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. ഇൻറ്റേർണൽ ഇക്വിറ്റി, എക്സ്റ്റേണൽ ഇക്വിറ്റി ആൻഡ് ഇൻഡിവിജ്വൽ ഇക്വിറ്റി. ദെൻ അതിൽ പറയുന്ന അതർ ഒബ്ജക്റ്റീവ്സ് ആണ് ടു അക്വയർ ക്വാളിഫൈഡ് കോമ്പിറ്റൻറ്റ് പേഴ്സണൽ, ടു റിട്ടേൺ എംപ്ലോയി. പിന്നെ നിങ്ങൾ വായിച്ചു നോക്കുക കേട്ടോ. മിസ് പറഞ്ഞിട്ട് വീഡിയോ ലെങ്ത് ആക്കുന്നില്ല. ഈ പോയിൻറ്റ്സ് ഒക്കെ നിങ്ങൾ വായിച്ചു നോക്കുക. ഒരു 10-12 പോയിന്റ് നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ. ദെൻ നെക്സ്റ്റ് പറയുന്നത് സാലറി പ്ലാനിങ് ആണ്. നമ്മൾ വേജ് പ്ലാൻ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, എംപ്ലോയിക്ക് എത്ര സാലറി കൊടുക്കണമെന്ന് പ്ലാൻ ചെയ്യുന്നതിനാണ് സാലറി പ്ലാനിങ്. ജസ്റ്റ് ഒരു ടേമാണ്, ഒന്ന് നോക്കി വെക്കാം. ദെൻ വേജസ് ആൻഡ് സാലറി സർവേ. നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് എംപ്ലോയിയുടെ സാലറി പ്ലാൻ ചെയ്യണമെങ്കിൽ നമുക്ക് കുറേ ഇൻഫർമേഷൻസ് കിട്ടണം. ആ ഇൻഫർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്യുന്നത് ഒരു സാലറി ഓർ വേജ് സർവേ കൂടെയാണ്. ആ സർവേ നമ്മൾ കണ്ടക്ട് ചെയ്തിട്ട് അതിൽ നമ്മൾ എന്ത് ചെയ്യും, ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യും. അതിൻ്റെ ബേസിലാണ് നമ്മൾ സാലറി പ്ലാൻ ചെയ്യുന്നത്. ആ കാര്യം ഒന്ന്
ജസ്റ്റ് മൈൻഡിൽ വെക്കുക. സാലറി സർവേസ് ആർ ടൂൾസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ മീഡിയൻ ഓർ ആവറേജ് കോമ്പൻസേഷൻ പെയ്ഡ് ടു എംപ്ലോയി ഇൻ വൺ ഓർ മോർ ജോബ്. വേജ് സർവേ അല്ലെങ്കിൽ സാലറി സർവേ ചെയ്യുന്ന സമയത്ത് എംപ്ലോയിയുടെ സാലറി എത്ര കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ നമുക്കൊരു ഐഡിയ കിട്ടും. ദെൻ അതിൽ പറയുന്നതാണ് എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് എ ഗുഡ് കോമ്പൻസേഷൻ പ്ലാൻ. ഒരു നല്ല കോമ്പൻസേഷൻ മാനേജ്മെൻറ്റിന് അല്ലെങ്കിൽ പ്ലാനിങ്ങിന് എന്തൊക്കെ ഫീച്ചേഴ്സ് വേണം. ഒന്ന്, എക്സ്റ്റേണൽ ഇക്വിറ്റി നമ്മൾ നോക്കണം, ഇൻറ്റേർണൽ ഇക്വിറ്റി നമ്മൾ ചെക്ക് ചെയ്യണം, റിയൽ വേജ് ന്യൂട്രലൈസ് ദ ഇൻക്രീസ് ഇൻ കോസ്റ്റ് ഓഫ് ലിവിങ്. നമ്മൾ വേജ് കൊടുക്കുന്ന സമയത്ത് ഒരു റിയൽ വേജ്, ആ ഒരു കറണ്ട് സിറ്റുവേഷനിൽ എംപ്ലോയിക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു വേജ് ആയിരിക്കണം, ഫ്ലെക്സിബിൾ ആയിരിക്കണം. ദ വേജ് പ്ലാൻ മസ്റ്റ് ബി ലിങ്ക്ഡ് വിത്ത് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് വേജും കൂട്ടി കൊടുക്കുക, ആ ഒരു രീതിയിലുള്ളതായിരിക്കണം. മോട്ടിവേഷൻ ഉള്ള ഒരു കോമ്പൻസേഷൻ പ്ലാൻ ആയിരിക്കണം. റിസൾട്ട് ഓറിയൻറ്റഡ് ആയിരിക്കണം. അപ്പോൾ ഇത്രയൊക്കെ ആണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് പറയുന്നത്. അപ്പോൾ ഇതും ഒബ്ജക്റ്റീവ്സ് അല്ല, എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് എ ഗുഡ് കോമ്പൻസേഷൻ പ്ലാൻ കേട്ടോ. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ് എന്താണെന്നുള്ളത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ കോമ്പൻസേഷൻ എന്താണെന്നുള്ളതും അതിൻ്റെ 2 എലമെൻറ്റ്സ്, പിന്നെ കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ്, ദെൻ എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് എ ഗുഡ് കോമ്പൻസേഷൻ പ്ലാൻ. ഇതൊക്കെ നിങ്ങൾ എന്തായാലും നോക്കി വെക്കുക കേട്ടോ. സോ നെക്സ്റ്റ് മെത്തേഡ്സ് ഓഫ് വേജ് പേയ്മെൻ്റ് ആണ്. മെയിനായിട്ട് 3 മെത്തേഡുകൾ വരുന്നുണ്ട് കേട്ടോ. ടൈം വേജും പീസ് വേജും പിന്നെ ഇൻസെൻറ്റീവ് സ്കീം. ആദ്യം നമുക്ക് ടൈം വേജും പീസ് വേജും എന്താണെന്ന് നോക്കാം. ടൈം വേജ് എന്ന് പറയുന്നത് ഈസ് ഓൾസോ കോൾഡ് ടൈം വർക്ക്, ഡേ വേജസ് ആൻഡ് ഡേ റേറ്റ്. നമ്മളൊരു എംപ്ലോയിയുടെ വേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓൺ ദ ബേസ് ഓഫ് ദ ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് എ ജോബ്. ഒരു ജോബ് കംപ്ലീറ്റ് ആക്കാൻ ആ എംപ്ലോയി എത്രത്തോളം ടൈം എടുത്തിട്ടുണ്ടോ അതിൻ്റെ ബേസിൽ നമ്മൾ സാലറി കൊടുക്കുന്നതാണ് ടൈം വേജ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഏർണിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് ഹവേഴ്സ് വർക്ക്ഡ് ഇൻറ്റു റേറ്റ് പെർ അവർ. ഇത് വെച്ചിട്ടാണ് എംപ്ലോയിയുടെ വേജ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഔട്ട്പുട്ടിന് അത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല, എത്ര ടൈം വർക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് നോക്കുന്നത്. ഓക്കെ, പിന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. അഡ്വാൻറ്റേജ് ഒന്നും മിസ്സ് പറയുന്നില്ല, പക്ഷെ നിങ്ങളത് നോക്കി വെക്കണം. വേജ് സിസ്റ്റം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങളിതിൽ ഒരു 3-4 അഡ്വാൻറ്റേജ് പഠിച്ചിട്ട് വെക്കുക കേട്ടോ. അഡ്വാൻറ്റേജസ് ഓഫ് ടൈം റേറ്റ് സിസ്റ്റം. നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജ് ആണ്, അതും നിങ്ങൾ നോക്കി വെക്കുക. അതൊന്നും ഞാൻ കുറേ പറഞ്ഞിട്ട് ടൈം അതാക്കുന്നില്ല, നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ ഏറ്റവും നോക്കി വെക്കുക. ഓക്കെ, ദെൻ പീസ് വേജ് സിസ്റ്റമാണ്. പീസ് വേജിൽ നമ്മൾ ഓൺ ദ ബേസ് ഓഫ് നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ്. നേരത്തെ ടൈമാണ് എടുത്തതെങ്കിൽ ഇവിടെ നമ്മൾ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു എന്നതിൻ്റെ ബേസിൽ എംപ്ലോയിയുടെ സാലറി കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് പീസ് വേജ് സിസ്റ്റം. ഇതിൻ്റെയും അഡ്വാൻറ്റേജും അതേപോലെ ഡിസഡ്വാൻറ്റേജും നിങ്ങൾ നോക്കി വെക്കുക. പീസ് വേജ് സിസ്റ്റത്തിന് പറയുന്ന വേറൊരു പേരാണ് റേറ്റ് സിസ്റ്റം എന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും നോക്കി വെക്കുക. ഓക്കെ, ഡിസഡ്വാൻറ്റേജും അഡ്വാൻറ്റേജും ഒരു 3-4 എണ്ണം നിങ്ങൾ നോക്കി വെച്ചാൽ നിങ്ങൾക്ക് എളുപ്പം പഠിക്കാൻ പറ്റുന്ന ഒരു 3-4 എണ്ണം നോക്കി വെക്കുക രണ്ടിൽ നിന്നും. പിന്നെ പറയുന്ന ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് വേജ് സിസ്റ്റം നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക, എന്തൊക്കെ ഫാക്ടേഴ്സ് എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ്. ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ലേബർ. നമുക്ക് മാർക്കറ്റിൽ എത്രത്തോളം ലേബേഴ്സിന് അവൈലബിൾ ആണ് എന്നുള്ളതിൻ്റെ ബേസിലായിരിക്കും നമ്മൾ കോമ്പൻസേഷൻ പ്ലാൻ ചെയ്യേണ്ടത്. എബിലിറ്റി ടു പേ, ഒരു കമ്പനിക്ക് ആ പേയ്മെൻറ്റ് നടത്താൻ കഴിയുമോ ഇല്ലേ എന്നൊക്കെ നോക്കിയിട്ടായിരിക്കണം നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. ഇപ്പം നമുക്ക് കഴിയാത്തൊരു കാര്യം നമ്മൾ പ്ലാൻ ചെയ്യാൻ പാടില്ല. ദെൻ കോസ്റ്റ് ഓഫ് ലിവിങ്, ആ ഒരു സമയത്ത് കോസ്റ്റ് ഓഫ് ലിവിങ് ഓവർകം ചെയ്യുന്ന രീതിയിലായിരിക്കണം. ദെൻ പ്രൊഡക്ടിവിറ്റി ഓഫ് വർക്കേഴ്സിൻ്റെ പ്രൊഡക്ടിവിറ്റി കൺസിഡർ ചെയ്യണം. ലേബർ യൂണിയൻ്റെ നീഡ്സ് എന്താണോ അതും നമ്മൾ കൺസിഡർ ചെയ്യണം. ഗവൺമെൻറ്റിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് എന്തെങ്കിലും റെഗുലേഷൻസ് ഉണ്ടെങ്കിൽ അതും ഫോളോ ചെയ്യും. ഇതൊക്കെ നമ്മൾ കോമ്പൻസേഷൻ ചെയ്യുന്ന സമയം അല്ലെങ്കിൽ പിന്നെ വേജ് നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ വരുന്നതാണ് ലാസ്റ്റ് വൺ, പ്രിവെയിലിംഗ് വേജ് റേറ്റ്സ്. ഇപ്പം കറൻ്റിലി അവൈലബിൾ ആയിട്ടുള്ള വേജ് റേറ്റ് എന്താണെന്നുള്ളത് നോക്കണം. ദെൻ അതർ ഫാക്ടേഴ്സ് പറഞ്ഞാൽ കുറച്ച് പറയുന്നുണ്ട്. വർക്കേഴ്സ് കപ്പാസിറ്റി, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, ഹസാർഡ്സ് ഇൻ വർക്ക് എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ടി ഇൻ വർക്ക്, പ്രൊമോഷൻ പോസിബിലിറ്റി, കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കുക. അപ്പം 8 പോയിൻറ്റ്സ് പറയുന്നുണ്ട്, അതും നോക്കി വെക്കുക കേട്ടോ. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് വേജ് ഓർ കോമ്പൻസേഷൻ സിസ്റ്റം. പിന്നെ അതിൽ പറയുന്നതാണ് അതിൻ്റെ ഒരു സ്റ്റെപ്സ്, നമ്മൾ വേജ് ഡിറ്റർമൈൻ ചെയ്യുന്ന സ്റ്റെപ്സാണ്. ഫസ്റ്റ് വൺ, ജോബ് അനലൈസ് ചെയ്യുക.
ജോബ് അനലൈസ് ചെയ്യാന്നൊക്കെ ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ പറഞ്ഞതാണ്. ജോബിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സ്റ്റഡി നടത്തുക. ദെൻ ജോബ് ഇവാലുവേറ്റ് ചെയ്യുക. ദെൻ വേജ് ആൻഡ് സാലറി സർവേ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ നമ്മൾ സർവേ നടത്തുക. ദെൻ പ്രൈസിങ് ജോബ് സ്ട്രക്ചർ, നമ്മളൊരു ഓരോ ജോബിനും ഓരോ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുക. ഡെവലപ്പിംഗ് വേജ് സ്ട്രക്ചർ, വേജ് ആ ഒരു വേജിൻ്റെ സ്ട്രക്ചർ ഉണ്ടാവും, അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. വൈൽ ഡിറ്റർമൈനിങ് വേജ് സെക്ടർ ദീസ് സ്ട്രക്ചർ ദീസ് പോയിൻറ്റ്സ് ആർ ടു ബി, താഴെ കുറച്ച് പോയിന്റുകൾ പറയുന്നുണ്ട്, അതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ വേജിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ളൊരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുക. മെത്തേഡ്സ് ഓഫ് വേജ് പേയ്മെൻറ്റ്, നമുക്ക് ഏത് മെത്തേഡാണോ, ടൈം റേറ്റ് ആണോ പീസ് റേറ്റ് ആണോ എന്നൊക്കെയുള്ള നമ്മൾ ചൂസ് ചെയ്യുക. ദെൻ വേജ് അഡ്മിനിസ്ട്രേഷൻ റൂള്, ഇൻക്രിമെൻറ്റിനെ കുറിച്ചിട്ടുള്ള അതേപോലെ പ്രൊമോഷൻ റൂൾസൊക്കെ നോക്കുക. വേജ് അഡ്മിനിസ്ട്രേഷൻ റൂള് കൺസിഡർ ചെയ്യുക. ദെൻ ഇവാലുവേഷൻ ഓഫ് വേജ് ആൻഡ് സാലറി അഡ്മിനിസ്ട്രേഷൻ, വേജ് സാലറി അഡ്മിനിസ്ട്രേഷൻ നമ്മൾ ചെയ്ത കാര്യങ്ങൾ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്റ്റെപ്സ് ആയിട്ട് പറയുന്നത് കേട്ടോ.